എന്നാലും ഞാൻ അത്ര ഓക്കെ അല്ല ഒരു ഇതിനോട്. കാരണം എല്ലാവർക്കും ഫ്രീ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ എപ്പോഴും ഈ റൂട്ടിൽ തന്നെ പ്രൈവറ്റിലാണ് യാത്ര ചെയ്യാറ്. സതീശൻ സാറിനെ നമ്മൾ നമിക്കുന്നു. ഇങ്ങനൊരു ഇറക്കിയതും എടുത്തതും അതിനകത്ത് പുള്ളി കൽപ്പിച്ച ഇതും അത് പുള്ളിയുടെ തൻ്റെ ഇടമാണ്. പ്രശ്നമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഫ്രീ ആയോ അപ്പോൾ പറഞ്ഞ് അതിൻ്റെ അപ്ഡേഷൻ വന്നിട്ടില്ല. സൗജന്യം ആക്കിയിട്ട് കാര്യമില്ല, അത് അവർ സൂഹിക്കുകയുള്ളു. ജോലിയുള്ളവർ, ഉന്നത സാമ്പത്തികമുള്ളവർ, അവർ മനസ്സറിഞ്ഞ് ഞങ്ങൾക്ക് ടിക്കറ്റ് വേണം എന്ന് പറഞ്ഞ് മേടിക്കുമ്പോൾ അത് പാവപ്പെട്ടവർക്കുള്ള ഈ സംവിധാനം തുടർന്നു പോകും. ഇല്ല, ഇപ്പൊ സീറ്റ് മുഴുവൻ അവരിയ്ക്കുക. അതുകൊണ്ട് ഞാൻ 3 സീറ്റേ ഉണ്ട്. ഇപ്പൊ സന്തോഷമില്ല. ചേച്ചി എനിക്ക് ടെൻഷൻ. ഞങ്ങൾ അതിനെ ആനവണ്ടിന്നൊക്കെ വിളിക്കും. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇന്ന് മുതൽ സ്ത്രീകൾക്ക് സൗജന്യമായി KSRTC ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്രാ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് ചില പ്രതികരണങ്ങൾ നോക്കാം. ചേച്ചി നമസ്കാരം. ഇന്ന് ഫ്രീ യാത്രയായിരുന്നോ? രാവിലെ ഞാൻ ട്രാൻസ്പോർട്ടിനാണ് വന്നത്, പക്ഷേ അന്നേരം ഉൾക്കാണം കഴിഞ്ഞില്ല. കോട്ടയത്ത് ചങ്ങനാശ്ശേരി ടു കോട്ടയം ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുവാണ് വണ്ടി ഉണ്ടോ എന്ന്. 5:30-6 മണി വരെ നോക്കണം. പ്രിയദർശിനി ചങ്ങനാശ്ശേരിക്ക് ഉണ്ടെങ്കിൽ കയറണം. ഈ ഡിപ്പോ ഇപ്പോൾ മാറ്റിയല്ല, ചോദിച്ചു ഉണ്ടെങ്കിൽ കയറുക. സൗജന്യമാക്കി തെറ്റിയില്ല, സന്തോഷം. നമുക്ക് കുറച്ച് ജെൻസി കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? ഇന്ന് ഫ്രീ ആയിട്ടാണോ യാത്ര ചെയ്തത്? അതെ അതെ അതെ, ഇന്ന് ഫ്രീ ആയിട്ട്. അതെ അതെ. എന്ത് തോന്നുന്നു ഫ്രീ ആയിട്ട് പോയപ്പോൾ? ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ എപ്പോഴും ഈ റൂട്ടിൽ തന്നെ പ്രൈവറ്റിലാണ് യാത്ര ചെയ്യാറ്. അപ്പം ഞങ്ങൾ ഇന്ന് എന്താണല്ലോ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഓർത്തിട്ട് നിന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് KSRTCക്കൊക്കെ വന്നത്. സന്തോഷമാണ്. കാരണം ഇതിനകത്ത് സതീശൻ സാറിനെ നമ്മൾ നമിക്കുന്നു. സതീശൻ സാറിനോട് സന്തോഷം. കാരണം ഇങ്ങനൊരു ഇറക്കിയതും എടുത്തതും അതിനകത്ത് പുള്ളി കൽപ്പിച്ച ഇതും അത് പുള്ളിയുടെ തൻ്റെ ഇടമാണ്. ഫ്രീ ആയിട്ട് ബസ്സിൽ, ഓർഡിനറി ബസ്സിൽ, KSRTC ബസ്സിൽ നമുക്ക് യാത്ര ചെയ്യാം. അപ്പം എന്ത് തോന്നുന്നു? ഹാപ്പി ആണോ? കുഴപ്പമില്ല, എന്നാലും ഞാൻ അത്ര ഓക്കെ അല്ല ഒരു ഇതിനോട്. കാരണം എല്ലാവർക്കും ഫ്രീ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബിയസ്ലി KSRTC നഷ്ടത്തിൽ വരും. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഇക്വാളിറ്റിയുടെ കാര്യം സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ളവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കോ അസുഖങ്ങളുള്ളവർക്കോ കൊടുക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പുരുഷന്മാർക്ക് ഫ്രീ യാത്ര കൊടുക്കാതിരിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടില്ല, പക്ഷേ എല്ലാ കാര്യത്തിലും നമ്മൾ ഇക്വാളിറ്റി പറയുമ്പം അവരെയും കൂടെ എന്തെങ്കിലും ഒരു രീതിയിൽ പരിഗണിക്കായിരുന്നു. ഈവൻ ഇപ്പം ഡിസബിലിറ്റി ഉള്ളവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുള്ളവരെയോ അതിൽ നിന്ന് പരിഗണിക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെ ഒരു പരിഗണന ഭാവിയിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനെ ഒരു പരിഗണന ഭാവിയിൽ ഉണ്ടാകുമെന്ന്? പ്രതീക്ഷിക്കാം. ഇതിനി എത്ര നാളത്തേക്ക് ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. ആദ്യം ഇതിന്റെ കാര്യത്തിൽ ഉറപ്പ് വരട്ടെ, എന്നിട്ട് നമുക്ക് ഇതിനെപ്പറ്റി ഒരു പ്രതീക്ഷ. എനിക്ക് വലിയ പ്രതീക്ഷയില്ല സത്യം പറഞ്ഞാൽ. ഏകദേശം ഒരു മാസം വണ്ടിക്കൂലി മാത്രം എത്ര രൂപയാകും? എൻ്റെ കുഞ്ഞ് എന്നും ട്യൂഷന് പോകുന്നതാ. എന്താ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ എന്നും ചില്ലറ പെറുക്കാൻ നിൽക്കണം. പിന്നെ ഏകദേശം ഒരു 1500 രൂപ ആവുന്നതാണ്. അപ്പം അത് സൗജന്യമാകുമ്പോൾ നമുക്കത് ലാഭമല്ലേ. യാത്ര സൗജന്യം ആക്കിയിട്ട് കാര്യമില്ല, അത് അവർ സൂഹിക്കുകയുള്ളു. 60 വയസ്സ് കഴിഞ്ഞവർക്ക് യാത്ര സൗജന്യമാക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ജനങ്ങൾ അംഗീകരിക്കും. ഇത് ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു രീതിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാർ എന്ന് പറഞ്ഞതുപോലെ തന്നെ അർഹതപ്പെട്ട വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഈ സൗജന്യ യാത്ര ഒരു ഉപകാരമാണ്. ഏത് വിധത്തിൽ? അവർക്ക് ആ പൈസ സേവ് ചെയ്യുന്ന മൂലം കുടുംബത്തിലേക്ക് എത്തും. ആണുങ്ങൾ ഒരു സെഷൻ പറയുന്നുണ്ട്, ഞങ്ങൾക്കും വേണം. തുല്യത ആർട്ടിക്കിൾ 14 പറയുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ മനസ്സിലായി പ്രായോഗിക ജീവിതത്തിൽ വേണം കാര്യങ്ങൾ മനസ്സിലായി. ആണുങ്ങൾ കൊടുത്ത് ഈ സൗജന്യം കൊടുത്ത ആ പൈസ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ പോകുന്നു വേറെ വഴിക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഈ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുമ്പോൾ ജോലിയുള്ളവർ, ഉന്നത സാമ്പത്തികമുള്ളവർ, അവർ മനസ്സറിഞ്ഞ് ഞങ്ങൾക്ക് ടിക്കറ്റ് വേണം എന്ന് പറഞ്ഞ് മേടിക്കുമ്പോൾ അത് പാവപ്പെട്ടവർക്കുള്ള ഈ സംവിധാനം തുടർന്നു പോകും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശ്യം. ഈ പൈസ അവർക്ക് ഈ ടിക്കറ്റ് വേണമെന്ന് പറയുമ്പോൾ പൈസ മറ്റു വിധത്തിൽ മാർക്കറ്റ് വരുക, മറ്റേത് പോകുന്ന വേറെ വഴിക്കാം. അപ്പോഴും സർക്കാരിന് കിട്ടുക, അതല്ലല്ലോ ഇവിടെ. അപ്പം ഈ പൈസ റൊട്ടേറ്റ് ചെയ്ത് ഈ മാർക്കറ്റിൽ വരുമ്പോൾ പൊതുജനത്തിന് ഖജനാവിലേക്ക് തിരിച്ചു വരിക, ടാക്സ് ആയിട്ടും മറ്റു വിധത്തിലും. ഇതുകൊണ്ട് സംവിധാനം എന്ന് പറയുന്നത് എന്തെങ്കിലും വേണ്ടേ? കുട്ടികൾക്ക് വളരെ സൗജന്യമാണ്, പാവപ്പെട്ട പലരുണ്ട്. സാമ്പത്തികവും ജോലിയും ഉള്ളവർ ഞങ്ങൾക്ക് വേണ്ട, ഈ സൗജന്യം വേണമെങ്കിൽ പൈസ കൊടുത്ത് പോകുന്നതാണ് ഏറ്റവും നല്ല സംവിധാനം. നിൽക്കും. ഓക്കെ, അതുകൊണ്ട് ഈ സംവിധാനം പോട്ടെ, നല്ല രീതിയിലാണെങ്കിൽ പോട്ടെ, മനസ്സറിഞ്ഞ് വേണം പ്രവർത്തിക്കാൻ. 10 മണിക്കായിരുന്നു. അപ്പൊ അതിന് മുൻപ് കയറിയ ആളുകൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിരുന്നോ?
പ്രശ്നമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഫ്രീ ആയോ അപ്പോൾ പറഞ്ഞ് അതിൻ്റെ അപ്ഡേഷൻ വന്നിട്ടില്ല. അപ്ഡേഷൻ 10 മണിയോട് 9 മണിയാണ് അവർ പറഞ്ഞിരുന്നത്. 10 മണിയുടെ അടുത്ത് എല്ലാവരുടെയും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. ചേട്ടന്മാര് ഹാപ്പിയാണോ? അപ്പില്ല, ഇപ്പൊ സീറ്റ് മുഴുവൻ അവരിയ്ക്കുക. അതുകൊണ്ട് ഞാൻ 3 സീറ്റേ ഉണ്ട് ഇപ്പം. സീറ്റ് ഇല്ലാത്തതാണ് പ്രശ്നം. ഇപ്പൊ ഈ സമയമായതുകൊണ്ട് സ്ത്രീകള് കൂടുതലുണ്ട്, ജോലി കഴിഞ്ഞ് വരുന്നതല്ലേ, എന്താ കുഴപ്പമില്ല. അവർക്ക് സീറ്റും ഉണ്ട്, ഫ്രീ ടിക്കറ്റ് വേണം. പക്ഷെ നിങ്ങൾക്ക് സീറ്റും ഇല്ല, ടിക്കറ്റും ഇല്ല. 8 സീറ്റേ ഉള്ളൂ ഇപ്പം. 8 സീറ്റേ ആകെ ഉള്ളൂ. അതിനൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ, വേറെ വിഷയങ്ങളൊന്നുമില്ല. നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. എന്നും നിലനിന്നാ മതി. KSRTC എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ചെറുപ്പം മുതലേ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഇത്രയും കൂടി വണ്ടികളെ പോകാറുള്ളായിരുന്നു, മറ്റേ ബസ്സിനെ കഴിയും. അപ്പം ഞങ്ങളോട് എത്രയും നല്ലതുപോലെയും നല്ല രീതിക്ക് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് KSRTCക്കാർ. ഞങ്ങളതിനെ ആനവണ്ടി എന്നൊക്കെ വിളിക്കും. എന്നാലും സ്ത്രീകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരായ സ്ത്രീകളുണ്ട്, അവർക്കൊക്കെ എങ്ങനെ വെച്ച് നോക്കിയാലും അതൊരു ബെനിഫിറ്റ് തന്നെയാണ്. ഇന്ന് എങ്ങനെയാ, ഫ്രീ ആയിട്ടാണോ വന്നത്? അതെ, ഫ്രീ ആയിട്ടാണ് വന്നത്. എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല പ്രത്യേകിച്ച്. സന്തോഷമില്ല? സന്തോഷം ചേച്ചി, എനിക്ക് ടെൻഷൻ. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ തന്നെ ബസ്സിൽ കയറാറുള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു സൗകര്യം കിട്ടിയപ്പോൾ 10 രൂപ ഇല്ലാത്തവർക്ക് എവിടെങ്കിലും പോകണമെന്ന് വിചാരിച്ചാൽ നടക്കും. അത്രേ ഉള്ളൂ, സന്തോഷം തന്നെ.